മലയാളം ബിഗ് ബോസ് സീസൺ 7 ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ഇന്ന് ഷാനവാസ് വൈകുന്നേരം ന്യൂറയുടെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഫുഡ് കഴിച്ചു വന്നു. അപ്പോൾ ന്യൂറ പറയുന്നുണ്ട്, അതിനിപ്പോൾ നിങ്ങൾക്ക് എന്താണ് കഴിച്ചാലെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് ഇവർ തമ്മിലുള്ള കോൺവെർസേഷനാണ് കാണുന്നത്. ആദിലും ന്യൂറയും അതുപോലെ ഷാനവാസും മനുമോളും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആദില ചോദിക്കുന്നുണ്ട്, ഞാനും മനീഷും ഇക്കേൻ്റെ മാറ്റർ പറഞ്ഞപ്പോൾ എന്താണ് ഇതിൽ വിചാരിച്ചതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഷാനവാസ് പറഞ്ഞു, നീ ഉണ്ടായിരുന്നില്ലേ അവിടെയും ചോദിച്ചു. അപ്പോൾ ആദില പറയുന്നുണ്ട്, റിയാസ് ഗോസിപ്പ് ചോദിച്ചതാണ് അനീഷിനോട്, എന്തിനാണ് ഗോസിപ്പിൻ്റെ കാര്യം അറിയണേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, പുള്ളി പെട്ടെന്ന് ചോദിച്ചതാണ്, പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, തലേന്ന് രാത്രിയിലത്തെ പ്ലാനിങ് ആയിരുന്നു ഇത് റിയാസിൻ്റെ. അപ്പം ന്യൂറ ചോദിക്കുന്നുണ്ട്, ഇക്ക എന്തൊക്കെയാണ് വിചാരിച്ച് വെച്ചിരിക്കണേ, അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, എന്ന ഗസ്റ്റിനോടൊക്കെ കരഞ്ഞ് പറയുന്നത് നെവിനാണ്. നിങ്ങളിവിടെ അനീഷിനെ കൊണ്ട് ഗോസിപ്പ് പറയുന്ന സമയത്ത് നീ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഷാനവാസ്. ഇത്രേ പറഞ്ഞുള്ളൂ, നീ പറഞ്ഞോ ഇല്ലേ എന്നല്ല പറഞ്ഞത്, അത് നീയും കൂടെ കേട്ടിരുന്നില്ലേ എന്നാണ്. റിയാസ് എൻ്റെ അടുത്തേക്ക് വന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷമാണ് എന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നത്. ഓൾറെഡി റിയാസും നെവിനും കൂടിയിട്ട് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായ തലേദിവസം വന്നിട്ട് വേസ്റ്റ് ഇടാമെന്നൊക്കെ കുറേ പ്ലാനിങ് ഒക്കെ നടത്തിയിട്ടുണ്ട്, അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. നീ നിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം എന്നെ യൂസ് ചെയ്ത് എന്നിട്ട് എനിക്കിട്ട് പണി തരാൻ ചെയ്തിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ പറഞ്ഞു, ഇക്കയ്ക്ക് പണി തന്നിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ്, നെവിൻ്റെ കേസ് ഞാൻ പറഞ്ഞത് എൻ്റെ തെറ്റാണെന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളാണ് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചത് ഇത് പറയട്ടെ എന്ന്, ഈ കേസ് നിങ്ങൾ മാത്രമാണ് പറഞ്ഞത്, നിങ്ങളുടെ വായിന്ന് വന്ന വാക്കിനാണ് ഇപ്പം ഞാൻ ക്രൂശിക്കപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്, നിങ്ങളൊരാൾ കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ആയെന്നൊക്കെ ഷാനവാസ് അതിലയുടെ അടുത്ത് ന്യൂറയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ഇക്ക ഞാനൊരു വാക്ക് പറഞ്ഞു, ഇക്കേൻ്റെ ഈ കേസ് ഞാൻ പറഞ്ഞത്, ഇക്കേൻ്റെ ഈ കേസ് ഞാൻ പറഞ്ഞോട്ടെ, പ്രവീണിനും ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഈ ഇക്കയ്ക്കേ പറ്റുള്ളൂ, കാരണം ഓൾറെഡി നിങ്ങളും നെവിനും തമ്മിൽ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേര് പിടിച്ചിട്ട് നിങ്ങൾ നെവിനെതിരെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ യൂസ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ അതിൽ പെട്ടുപോവുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. എന്നോട് അതിൽ ഇങ്ങോട്ടായിട്ട് ചോദിച്ചത് ഞാൻ ഇക്കയുടെ കാര്യം പറയട്ടെ എന്ന് ചോദിച്ചിട്ടത് കൊണ്ട് മാത്രമാണ്, എനിക്ക് താല്പര്യമില്ലാതെയാണ് ഞാൻ സമ്മതിച്ചത്. അവനോട് ഇപ്പോൾ 2 ദിവസമായി മിണ്ടിയിട്ട്. ലാലേട്ടൻ വരുമ്പോൾ നെവിൻ്റെ അടുത്ത് സോറി പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, പിന്നെ നിങ്ങൾ സ്റ്റേണായിട്ട് നിൽക്കുന്നത് കാരണം കൊണ്ട് പിന്നെ ഇനി പറയുന്നില്ല. അപ്പോൾ അവരും പറയുന്നുണ്ട്, ഇക്ക ഇനി സോറി പറയുന്നു വേണ്ട ആളുടെ അടുത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ക്യാപ്റ്റൻസി ടാസ്കിൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന സമയത്ത് അഭിലാഷും അതേപോലെ തന്നെ അക്ബറും കൂടിയിട്ട് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു, കാരണം ഇപ്പം നമ്മൾ നല്ല കമ്പനി പോലെയെന്ന്. അപ്പോൾ അവരുടെ ഉള്ളിലാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ന്യൂറി പറയുന്നുണ്ട്, അങ്ങനെ ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അക്ബർ എന്ന് ഒരു ചെന്നായിയാണ്, വളച്ചൊടിക്കാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. വൃത്തിയായിട്ടൊരു കാർഡ് ഇറക്കി എന്ന് പറഞ്ഞിട്ട് അഭിലാഷും അത് ഏറ്റുപിടിക്കുന്ന അക്ബറും. അപ്പോൾ അവർ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുകയാണ്. അപ്പം നിങ്ങളത് അറിഞ്ഞിട്ടാണ് നിങ്ങൾ എന്നെ പിന്നീന്ന് കുത്തിയത്, ഞാൻ അത്രയും പ്രതീക്ഷയില്ല നിങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഷാനവാസ് ഭയങ്കര വിഷമത്തിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ബറാഖ്പാനിയും അതുപോലെ എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നപ്പോൾ എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇവൻ എന്നെ പിടിക്കുമ്പോൾ ഇങ്ങനെ ഹഗ് ചെയ്ത് പിടിക്കുമ്പോൾ എനിക്കത് പ്രശ്നമുണ്ട്, ഞാൻ പല പ്രാവശ്യം അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് താല്പര്യമില്ല, എന്നിട്ട് വീണ്ടും വീണ്ടും ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് ഇവൻ, അതെനിക്കത്ര താല്പര്യമില്ല. അപ്പോൾ അതിൽ പറഞ്ഞിട്ട് ഇതെല്ലാം ഉറപ്പായിട്ടും എല്ലാ കാര്യങ്ങളും തെളിയിച്ച് പറയണം, അല്ലാതെ മുഴുവൻ പറയാതെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാതെ എല്ലാം പറയണം എന്ന് പറഞ്ഞിട്ട്. നൂറും അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പം ആരും അവരായിട്ടൊരു കമ്പനി വെക്കുന്നില്ല, അനുമോളുടെ വഴിക്ക് പോയി. റന ഫാത്തിമ അതേപോലെ തന്നെ ബിന്നിയും അവരുടെ കൂടെ നിൽക്കുന്നില്ല, ഷാനവാസ് അവരുടെ കൂടെ നിൽക്കുന്നില്ല, അക്ബറും അവരുടെ ടീം നിൽക്കുന്നില്ല. ഇപ്പോൾ ഇവരാകെ ഒറ്റപ്പെട്ട അവസ്ഥ പോലെയാണ് ഇപ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോഴാണ് കുറ്റബോധം തോന്നിയിട്ട് ഷാനവാസിൻ്റെ അടുത്ത് വന്ന് പറയാൻ പോയത്. പിന്നെ നാളത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ഇതിനെപ്പറ്റി പറയുമ്പോൾ എന്തായിരിക്കും ഉണ്ടാവുക എന്നൊക്കെ ഒരു നല്ല ടെൻഷനുണ്ട് ഇവർക്ക് 2 പേർക്കും. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ചിലപ്പോൾ ഇവരുടെ അടുത്ത് പോയി പറയാനായിട്ട് ഷാനവാസിൻ്റെ അടുത്ത് എല്ലാം സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരിക്കും. പിന്നെ ഷാനവാസ് അത്രയും നല്ലൊരു മനുഷ്യനായതുകൊണ്ട് ഇത് കേൾക്കാൻ വേണ്ടി ഇരുന്നു. ഷാനവാസ് അവരത്രയും സ്വന്തം പെങ്ങന്മാരുടെ പോലെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.